ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ചെറിയ വിഷമം കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ബാൾസം ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. നിറയെ പൂത്ത് നിൽക്കുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ തന്നെ കാണാൻ പറ്റും, ഒത്തിരി വാടി ഒരുമാതിരി ആയി നിൽക്കുകയാണ് എൻ്റെ ബാൾസം പ്ലാന്റ്സ് ഒക്കെ. അപ്പം ഒത്തിരി പുഴുക്കൾ വന്നിട്ടാണെങ്കിലും ഇലയൊക്കെ ചുരുണ്ടിട്ട്, അതായത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2-3 ദിവസം നമുക്ക് അതിൻ്റെ കെയറിങ്, നമുക്ക് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് മുരടിച്ചു പോയ പോലെ ആയിട്ടുണ്ട്. ബാൾസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്, ഇപ്പോഴും നമ്മൾ കുട്ടികളെ നോക്കുന്ന പോലെ നോക്കേണ്ട ഒരു പ്ലാന്റാണ് ബാൾസം. കാരണം വെള്ളത്തിൻ്റെയൊക്കെ പ്രശ്നം അതിനെ ഒത്തിരി ബാധിക്കും. അപ്പോൾ ഇപ്പം നമുക്കറിയാം നല്ലതായിട്ട് വേനൽക്കാലം വരികയാണ്. അപ്പോൾ വേനൽക്കാലത്ത് ഏകദേശം എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നം തന്നെയാണിത്. ബാൾസം പ്ലാന്റൊക്കെ ആകെ ഒരു മുരടിച്ച അവസ്ഥയിലേക്ക് വരിക, ഇല ചുരുണ്ടു പോവുക, പുഴുക്കൾ ഉണ്ടാവും. പക്ഷെ മഴക്കാലത്തിൻ്റെ അത്രയും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ചെടി നശിപ്പിക്കാനുള്ള പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബാൾസത്തിന് നമുക്ക് പഴയ രീതിയിലേക്ക് ആക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. 2-3 ദിവസം നമുക്ക് ഈ ഒരു പ്ലാന്റിലേക്ക് കൂടുതൽ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് സംഭവിച്ചു പോയൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ ഒത്തിരി ദിവസം ഈ ഒരു പ്ലാന്റ് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇപ്പോഴത്തെ അവസ്ഥ തന്നെ വെച്ച് നോക്കിയാൽ അറിയാം, ഉറപ്പായിട്ടും നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിലെങ്കിലും നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഒന്ന് കെയർ ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. പ്രത്യേകിച്ച് ബാൾസം പ്ലാന്റ്. ബാക്കിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇത് വെള്ളം ഒഴിക്കാത്തതിൻ്റെ ഈ ഒരു വൈകുന്നേരത്തെ ഒരു നനവ് കിട്ടാത്തതിൻ്റെ ഒക്കെ ഒരു വാട്ടാണ്. പക്ഷെ ഇതിൻ്റെ പല പ്ലാന്റ്സിലും ഇലയൊക്കെ മുരടിച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ ബാൾസം പഴയ രീതിയിലേക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആക്കി നല്ല നിറച്ച് പൂക്കളൊക്കെ ആക്കി എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പേജസ് കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാൻസ് നിങ്ങൾക്ക് ഓൺലൈൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വാട്സപ്പിൽ പ്ലാൻസ് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ പ്ലാന്റിന് പറ്റിയത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് നിന്ന പ്ലാന്റ്സ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോൾ 2-3 ദിവസം നമ്മൾ അധികം അങ്ങോട്ട് ശ്രദ്ധ പോകാത്തതുകൊണ്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ പ്ലാന്റ്സ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇലകൾക്കൊക്കെ ഒരു കറുപ്പ് കുത്തൊക്കെ വന്നിട്ട് ആകെപ്പാടെ വാടിയിരിക്കുകയാണ്. വെള്ളം ഒഴിച്ചാൽ റെഡിയാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ചിലപ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കും. പക്ഷേ നമ്മുടെ ഒരു പ്ലാന്റിൻ്റെ വാട്ടം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് വെള്ളത്തിന് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ കണ്ടില്ലേ, ഇലയൊക്കെ ചുരുണ്ട് ആകെ ഇതായിരിക്കുകയാണ്. ഇതിലൊക്കെ പുഴുക്കൾ ഒത്തിരി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം നമ്മൾ എപ്പോഴും മഴക്കാല സംരക്ഷണമൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേനൽക്കാലത്തുള്ള സംരക്ഷണവും. അതുകൂടി നമ്മൾ കീപ്പ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബാൾസം പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ, ഇലകളുടെ അടിയിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പുഴുക്കളെയൊക്കെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ പുഴുക്കളെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് പുഴുക്കളെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ചെടി, അപ്പുറത്തെ ചെടിയൊക്കെ ബാധിക്കും. കണ്ടില്ല, ഈ ഒരു ബാൾസത്തിനൊന്നും അത്ര പ്രശ്നം സംഭവിച്ചിട്ടില്ല. കാരണം ഇതിലേക്കൊക്കെ ആ ഒരു വാട്ടം എത്തുന്നേ ഉള്ളൂ. എങ്കിലും ഇലകളൊക്കെ കണ്ടില്ലേ, ചുരുളിച്ച് വരുന്നുണ്ട്. അപ്പം പ്രശ്നമൊന്നും പറ്റാത്ത ബാൾസങ്ങളുണ്ട്. അപ്പം അതിനെയും ബാധിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിലുള്ള ഒരു ബാൾസത്തിൻ്റെ ഒരു വെറൈറ്റിയാണ്. വെരിഗേറ്റഡ് ലീവ്സ് വരുന്നതാണ്. ഇത് റെയർ ആയിട്ട് കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ ഇത് നട്ട് വെച്ചതാണ്. അപ്പോൾ അത് വലുതായിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു. കണ്ടില്ലേ, ഇതിൻ്റെ ഇലയിൽ ഒരു സൈഡിൽ പുഴു വന്നിട്ടുണ്ട്, ഒത്തിരി മുട്ടകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തന്നെ നമ്മൾ നശിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചെടികളൊക്കെ പോകും. അപ്പം ഈ ഒരു ചെടിയെ മാത്രമല്ല, ഇതിനടുത്ത് നിൽക്കുന്ന ചെടികളൊക്കെ ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇലകളിൽ പുഴുക്കളെ കാണുമ്പോൾ അപ്പോൾ തന്നെ ഇലകൾ കട്ട് ചെയ്തിട്ട് പുഴുക്കളെ നശിപ്പിച്ച് കളയേണ്ടതുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാൾസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, റെയർ ആയിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതും അത് തന്നെ വെരിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ലീഫ്. ഇതിൽ ഓറഞ്ച് ഫ്ലവേഴ്സാണ് വന്നിട്ടുള്ളത്, മറ്റേത് നല്ല മെറൂൺ ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല ബാൾസം. അപ്പോൾ ഇത് നമുക്ക് ഷെയ്ഡ് വരുന്ന പൂക്കളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇതിനൊരു ഡാർക്ക് ലീവ്സും കൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പൂക്കളാണ്. നമുക്കിത് ഇത്തരത്തിലുള്ള വെറൈറ്റീസ് ഒക്കെ കിട്ടുമ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാന്ന് പറയുമ്പോൾ വളരെ സങ്കടമുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പുഴുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് നീക്കി കളയേണ്ടതുണ്ട്.
അപ്പോൾ ഇത്തരത്തിലുള്ള ലീവ്സൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് ബാൾസം നമ്മൾ വളർത്തുമ്പോഴായിട്ട് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മുടെ ചെടി എപ്പോഴും നല്ല ക്ലീൻ ആക്കി വെക്കാൻ ശ്രദ്ധിക്കുക. അടിയിൽ കളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്ത് നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് പ്രൂൺ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പോയ ബാൾസം, നമുക്ക് മുരടിപ്പ് സംഭവിച്ച ബാൾസത്തിനെ എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം എന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു മുരടിപ്പ് വന്നൊരു ബാൾസാണ്. അപ്പോൾ ഈ ഒരു ബാൾസം നമ്മൾ മറ്റു ബാൾസം പോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാൻ പറ്റാതെ പോയൊരു ബാൾസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂൺ ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല. ഇതിൻ്റെ ശിഖരങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഒത്തിരി നീണ്ട് അങ്ങ് വലിയ തോട്ടി പോലെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിന്നതുകൊണ്ട് നമ്മുടെ പ്ലാന്റിന് യാതൊരുവിധ മെച്ചവും ഉണ്ടാവില്ല. കാരണം നമുക്കിത് തോട്ടി പോലെ നീണ്ടുപോയത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. പൂക്കളുണ്ടായാൽ തന്നെ കാണാനുള്ള ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാന്റ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നോട്ട്സ് വരുന്ന, അതായത് പുതിയ തളിരുകൾ വരുന്ന സ്ഥലം വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് ബുഷിയായിട്ട് വളരുന്നതാണ്. അപ്പോൾ എത്ര പഴകിയ ബാൾസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ബാൾസായിട്ട് നമുക്ക് നല്ല ബുഷിയായി നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബാൾസത്തിന് മാത്രമല്ല ഏത് പ്ലാന്റിനാണെങ്കിലും നമുക്ക് പ്രൂണിങ് വളരെ നല്ലൊരു കാര്യമാണ്. അതായത് അതിൻ്റെ പൂക്കൾ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് നമ്മുടെ ചെടി വളരുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ കട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തളിർപ്പുകൾ വരുന്ന ശിഖരങ്ങൾ നോക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നോട്ട്സ് ഇല്ലാത്ത സ്ഥലമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒത്തിരി താമസം വരും. നമുക്ക് ഈ ചെടികളിൽ പുതിയ മുളകളൊക്കെ വന്ന് റെഡി ആവാനായിട്ട് ഒത്തിരി താമസം പിടിക്കും. അതുകൊണ്ട് നോട്ട്സ് നോക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പുതിയ തളിർപ്പുകൾ വരുന്ന സ്ഥലം തന്നെ നോക്കി കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്താൽ നമുക്കൊരു പരിധി വരെ നമ്മുടെ ബാൾസത്തിനെ നിലനിർത്താനായിട്ടും സംരക്ഷിക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ. ഇനി നമ്മുടെ ബാൾസത്തിന് വരുന്ന പുഴുക്കേട്, അതുപോലെ മുരടിപ്പ്, ഇതിനെയൊക്കെ നമുക്ക് മാറ്റാൻ സഹായിക്കുന്ന നല്ലൊരു ഇൻഗ്രീഡിയൻ്റ്, ഒരു വളമാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല വെണ്ണീറാണ്. നമ്മുടെ നാട്ടിലൊക്കെ വെണ്ണീർ എന്ന് പറയും. ചാരം ആണ് നമ്മുടെ അടുപ്പിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനമാണ്. പിന്നെ എടുത്തിട്ടുള്ളത് നീം ഓയിലാണ് കേട്ടോ. നല്ല ഫ്രഷ് നീം ഓയിൽ നമുക്ക് വളക്കടകളിൽ നിന്നും അല്ലാത്ത ഷോപ്പിൽസ് നിന്നൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഒരു തുള്ളി നീം ഓയിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. നീം ഓയിൽ ഉപയോഗിച്ച് നമ്മൾ ഒത്തിരി വളങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ഗന്ധം, അതിൻ്റെ മണം വെച്ചിട്ട് പുഴുക്കളൊന്നും വരാറില്ല. അപ്പോൾ അങ്ങനെയാണ് നീം ഓയിൽ യൂസ് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് കഞ്ഞിവെള്ളമാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ടാകുന്ന സാധനമാണ് കഞ്ഞിവെള്ളം ഒരു ദിവസം കഴിഞ്ഞ് എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ കഞ്ഞിവെള്ളവും നീം ഓയിലും ഈ ചാരവും വെണ്ണീറും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ കുറച്ച് കഞ്ഞിവെള്ളം മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കപ്പിലേക്ക് തന്നെ ഒഴിക്കാം. ഈ കൂടിയ അളവിലുള്ള 1/2 കപ്പോളം കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് അളവിൽ ചാരവും അതുപോലെ 2 തുള്ളി വേപ്പെണ്ണയും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം നമുക്ക് വളരെ നല്ലതാണ്. ചെടികൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. വെളുത്തുള്ളിയൊക്കെ ചതച്ച് നമ്മൾ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് വേറെ മരുന്നുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതും പുഴുക്കേടിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വളമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1 ലിറ്ററിലധികം 1.5 ലിറ്ററിലോളം വെള്ളം എടുത്തിട്ടുണ്ട്. കൃത്യമായ അളവ് നോക്കിയിട്ടില്ല. ഒരു 1/2 ബക്കറ്റോളം വെള്ളമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1.5 ലിറ്റർ വരും. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ കഞ്ഞിവെള്ളം, നേരത്തെ കലക്കി വെച്ച കഞ്ഞിവെള്ളം നന്നായിട്ട് മിക്സ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നല്ല രീതിയിൽ നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സ്പ്രേ ആയിട്ടല്ല, നമുക്ക് ചെടികളുടെ ചുവട്ടിലാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ നേരത്തെ കാണിച്ച ബാൾസത്തിൻ്റെ ചുവട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുരടിപ്പ് വന്ന ബാൾസം, പുഴുക്കേടൊക്കെ വന്ന ബാൾസത്തിൻ്റെ ചുവട്ടിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഈ ഒരു മരുന്ന് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മുടെ ചെടികൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പുഴുക്കേട്, മുരടിപ്പൊക്കെ വന്ന ചെടികൾക്ക് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വേനൽക്കാലത്ത് നമ്മുടെ ബാൾസം ചെടി സംരക്ഷിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെടി പ്രൂൺ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചെടിയെ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. കുറച്ചെങ്കിലും സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ ചെടികൾക്ക് വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചെടികൾ വളരെ ഹെൽത്തി ആയിട്ട് വളരുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.